സന്തോഷം. അങ്ങയുടെ മുഴുവൻ പേര് എങ്ങനെയാണ്? ഡോക്ടർ ഗംഗാധരൻ. ഞാൻ ട്രസ്റ്റിന്റെ എഡ്യൂക്കേഷൻ ഡയറക്ടറാണ്. ശ്രീകുറുമ്പ ഇവിടെ സ്കൂളുകളുടെ ഡയറക്ടറാണ്, എഡ്യൂക്കേഷൻ ഡയറക്ടർ. സ്കൂൾ എങ്ങനെ പോകുന്നു? സ്കൂൾ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. സമൂഹമായിട്ട് സംവദിക്കുന്ന ഒരു സ്കൂൾ ഞങ്ങളുടെ. അത് അല്ല, ഞങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം, നമ്മളൊരു സ്പെസിഫിക് ഉദ്ദേശമായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ഇത്തരം ലഹരികളിലൊന്നും നമ്മുടെ ഒരു കുട്ടിയും വീഴാതിരിക്കാൻ നമ്മൾ എന്ത് കരുതലാണ് എടുത്തിരിക്കുന്നത്? സാർ നേരത്തെ പറഞ്ഞത് മാതിരി ഞങ്ങൾക്ക് അധികം ടീച്ചർമാരും കുറച്ച് കുട്ടികളുമാണ്. അതുകൊണ്ട് തന്നെ ഓരോ കുട്ടിയിലേക്ക് എത്താൻ പറ്റുന്നുണ്ട്. അഫോർഡബിൾ ആക്കുന്നതാണ് PNCMന്റെ തന്ത്രം. ശോഭ അക്കാദമി എന്ന് പറയുന്നത് രാജ്യത്തിന്റെ മോഡലാണ്. ഈ രീതിയിലും ഇത് വെറും സ്കൂളല്ല, രാഷ്ട്രത്തെ നിർമ്മിക്കുന്ന സ്കൂൾ കൂടിയാണ് ഭാവിയിലേക്കുള്ള പ്രിക്കോഷൻ. ഞങ്ങള് സമഗ്രമായിട്ട് ഒരു കുട്ടിയുടെ പൂർണ്ണ ചിത്രത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അത് ആ വലയിൽ ചാടിപ്പാൻ പറ്റത്തില്ല എന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ശ്രമിക്കുന്നുണ്ട്. സീനിയർ മാനേജർ പരമേശ്വരൻ, സീനിയർ മാനേജർ. അപ്പൊ നമുക്ക് അറിയേണ്ട ഒരു കാര്യം, നമ്മളെന്തറിയോ, ഇപ്പൊ നമുക്ക് ഒരു സ്ഥാപനവും ഇതിന് അദ്ദേഹം പറഞ്ഞതാണ്, ഒരു സ്ഥാപനവും, കാരണം ഈ പുറത്ത് നിൽക്കുന്ന ശക്തികൾ അത്ര കരുത്തരാ. അപ്പൊ അത് ഒരു ക്യാമ്പസിൽ അപരിചിതമായി ഇപ്പൊ മിഠായി കൊടുത്തൊക്കെയാ കുട്ടികളെ സ്വാധീനിക്കുന്നത്. കൂളെന്നൊക്കെ പറയും മിഠായി ഇറങ്ങി, കൂള്, ചോക്ലേറ്റ്. അപ്പൊ ഇതിലൊക്കെ ലഹരി കയറ്റിയിട്ട് വരും ദിവസങ്ങളിൽ അവർ അഡിക്റ്റായി മാറും. 5-6 തവണ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കൈവിട്ട് പോയല്ലോ. അപ്പൊ എന്താണ് നമ്മുടെ പ്രിക്കോഷൻ? കാരണം ഇതൊരു മോഡൽ സ്കൂളാണെന്ന് എനിക്കറിയാം. ഇതേപോലെ നമ്മുടെ നാട്ടിൽ ഞാൻ ഈ സ്കൂളിനെ കുറിച്ചൊക്കെ പറഞ്ഞ പല ആൾക്കാരും പറഞ്ഞു PNC ഞങ്ങളുടെ നാട്ടിൽ ജനിച്ചിരുന്നെങ്കിൽ എന്ന്. കാര്യം ഈ നാട് യഥാർത്ഥത്തിൽ അങ്ങനെ എന്തെല്ലാം ചെയ്തിട്ടുണ്ട്. ഈ നാട്ടിൽ സ്വന്തം പിറന്ന മണ്ണിലൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഞാനൊരു ഈ അടുത്തിടയ്ക്ക് കേരള കോളേജിൽ പോയി കേട്ടോ. കോളേജിൽ പോയി അവിടെ കെട്ടിടങ്ങളൊക്കെ ഇടിഞ്ഞ്, പഴയ കോളേജല്ലേ. അപ്പൊ നമ്മളവിടെ ഞാനും ഡ്രോപ്പ് ഔട്ടാ, PNC അവിടെ നിന്ന് ഡ്രോപ്പ് ഔട്ടാ. അതേ വിദ്യാർത്ഥിയായി ഡ്രോപ്പ് ഔട്ടാ, ഞാൻ മാഷായി ഡ്രോപ്പ് ഔട്ടാ. കൊണ്ടുവന്നാണ്. അപ്പൊ ഈ ഡ്രോപ്പ് ഔട്ടായ ഒരാളെ കണ്ടുപിടിച്ചാൽ ഇത് കെട്ടിടമൊക്കെ കെട്ടിത്തരും, PNC പിടിച്ചോളാൻ പറഞ്ഞു. അവിടെ എത്തിയെന്ന് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു പ്രസക്തമാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് ഒരു വില്ലേജ് ശരിയാക്കാൻ പറ്റും. എന്നെ പോലെ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. ഞാൻ ഇവിടെ എല്ലാവർക്കും, കുറച്ച് ആളുകൾക്ക് എല്ലാം വേണ്ടി ചെയ്യുന്നു. എല്ലാവർക്കും കുറേശ്ശെ കൊടുത്ത് എല്ലാവരെയും അതൃപ്തരാക്കുന്നതല്ല എന്റെ ഉത്തരവാദിത്വം. അതാണ് ശോഭയുടെ ശൈലി. അതെ. അതുപോലെ തന്നെ 3 പഞ്ചായത്ത് പൂർണ്ണമായിട്ടും ഇങ്ങനെ ഏറ്റെടുത്തിട്ട് അതിലാണ് നമ്മൾ എല്ലാ എഫേർട്സും നമ്മൾ എടുക്കുന്നത്. അപ്പൊ തന്നെ നമുക്കൊരു ലിമിറ്റഡ് പോപ്പുലേഷൻ ആയതുകൊണ്ട് നമുക്ക് മാനേജ് ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ സാർ പറഞ്ഞതുപോലെ നമുക്ക് ഇപ്പോൾ നമ്മുടെ അഡ്മിഷൻ പ്രോസസ്സ് മുതൽ നമ്മുടെ ഈ ലഹരിക്ക് എതിരായിട്ടുള്ളത് നമ്മൾ തുടങ്ങുകയാണ്. ആൽക്കഹോളിസം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അവിടുന്ന് തുടങ്ങുകയാണ് നമ്മുടെ പ്രോസസ്സ്. അതുപോലെ തന്നെ ഇവർക്ക് ഓരോ കുട്ടികൾക്കും അവരുടെ മെന്റർഷിപ്പ് പ്രോഗ്രാംസ് ഉണ്ട്. അതുപോലുള്ള പ്രോഗ്രാമുകളിലൂടെ അവർക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടാവും. ആൽക്കഹോൾ കഴിക്കുന്നവരുടെ എണ്ണം വളരെ കുറഞ്ഞായിട്ട് ഞങ്ങൾക്ക് പറയാൻ പറ്റും. കുറഞ്ഞിട്ടുണ്ടല്ലേ? അപ്പൊ ഇവിടെ നമുക്കൊരു ഇടവേളയ്ക്ക് പോകുന്ന സമയം, പക്ഷെ എന്തായാലും മോളെന്തൊരു പാട്ട് പാടാൻ നിൽക്കല്ലേ? അപ്പൊ പാടുമോളെ, പാട്. ആരാ ലീഡ് സിംഗർ? ലീഡ് സിംഗർ അങ്ങനെയൊന്നുമില്ല, എല്ലാം ലീഡാണ്. പറഞ്ഞു. Thank you.